നയിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട കുടുംബം. വളരെ കുഞ്ഞുനാളിൽ തന്നെ ആമേ ദൈവത്തെ അറിയുവാനും സാക്ഷിയൊക്കെ ദൈവാത്മാവ് നമ്മുടെ മേൽ ആമേ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ഇടയായി തീരും. പ്രീസലോ നമ്മുടെ സങ്കടങ്ങളെല്ലാം താനെ അങ്ങ് മാഞ്ഞു പോകും. പ്രീസലോ ഹല്ലേലൂയ. ക്ഷീണം മറന്നങ്ങ് പോയിടുമെന്നാണ് പാട്ടുകാരൻ പാടുന്നത്. പ്രീസലോ വിശ്വാസ ജീവിത പടകിൽ ഞാൻ പേർക്ക് പ്രത്യാശയോടെ പാട്ട് പാടി ആരാധിക്കുമ്പോൾ സന്തോഷമുണ്ട്. നമ്മൾ പുതിയ പുതിയ പാട്ടുകൾ പാടി ജനം തളർന്നിരിക്കുമ്പോൾ ജീവിതത്തിന്റെ അനുഭവത്തോടു കൂടി എഴുതപ്പെട്ട വരികൾ നമ്മൾ പാടുമ്പോൾ അറിയാതെ തന്നെ അകത്തുള്ള ആത്മാവിൽ കത്തുവാൻ ഇടയായി തീരും. നമ്മൾ പാടിയ വരി നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതാണ്. ഇനിയുള്ള കാലത്ത് നമ്മൾ അങ്ങനെ ജീവിച്ചു കൊള്ളാമെന്നാണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആമേശ്വരം അവിടെ പറയുന്നു? നാനാ പരീക്ഷകൾ, വേദനകൾ നമ്മൾ അറിയുകയാണ്. നന്നായി എനിക്കത് ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ വേദന വരുമ്പോൾ വിളിക്കുന്നത്? പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന്റെ വേദനകളുടെ മേൽ ആഗ്രഹിക്കുമ്പോൾ അയ്യോ എന്റെ ജീവിതത്തിലെ വേദന മാറുന്നില്ലേ എന്ന് ഇന്ന് പാടി നാളെ നിലവിളിക്കുന്നത് എന്തിനെന്ന് ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് സഭയോട് ചോദിക്കുകയാണ്. എന്താ പാട്ടുകാരൻ പാടിയത്? നാനാ പരീക്ഷകൾ, വേദനകൾ നന്നായി എനിക്കുണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അറിയുന്നു മക്കളെ. നാനാ പരീക്ഷകൾ, വേദനകൾ, നാനാ പരീക്ഷകൾ, ഒന്നിലധികമുള്ള പരീക്ഷകൾ, പലവിധ പല സ്വഭാവത്തിൽ പല കളറിൽ വേദനകൾ കടന്നു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആമേൻ, പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്നറിയേണ്ടതിന് എന്ത് ചെയ്യുന്ന ചുറ്റി ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? അരുവിയോട്. അല്ലേ? അരുവിയോട് പ്രദേശത്തിൽ ആരെ വിഴുങ്ങണമെന്ന് അറിഞ്ഞ് എന്ത് ചെയ്യാ? ചുറ്റി. ആര് എന്ന് പറഞ്ഞാൽ ഒരാളിനെയാണ്. അപ്പൊ ഒരാളിനെയൊക്കെ വിഴുങ്ങാൻ കഴിയുന്ന പിശാചുണ്ട്, ഒരാളിനെ വിഴുങ്ങാൻ കഴിയുന്ന വായ അവനുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ ചുറ്റി എന്ത് ചെയ്യുക? ഈ അരുവിയോടിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവൻ നമ്മൾ അറിയണം, നാനാ പരീക്ഷകൾ, വേദനകൾ നന്നായി ഉണ്ടെന്ന് അറിയണം. അതറിയണം. അറിയുന്നുവെങ്കിൽ മാത്രമേ അടുത്ത വരി പാടുവാൻ നമുക്ക് അർഹതയുള്ളൂ. എന്താണ് അടുത്ത വരി? നാദര്. അപ്പൊ നാനാ പരീക്ഷകൾ കടന്നു വരുമ്പോൾ മെമ്പറിന്റെ ഉള്ളത്തിൽ ധ്യാനിക്കണമെന്നാണോ? പിന്നെ പാസ്റ്ററുടെ ഉള്ളത്തിൽ ധ്യാനിക്കുന്നതാണോ? അതോ ഭർത്താവിനെ ഞാൻ കാണും, എന്റെ ഭാര്യയെ കാണും, എന്റെ മക്കളെ കാണും, അയൽവാസിയെ കാണും എന്നാണോ? നാനാ പരീക്ഷകൾ കടന്നു വരുമ്പോൾ പരീക്ഷയിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുള്ള ഏകമാത്ര ദൈവം കർത്താവ് യേശുവാണ്. അതുകൊണ്ട് പാട്ടുകാരൻ അടുത്ത ലൈനിൽ ഇങ്ങനെ പറയുന്നത്, ആമേ നാനാ പരീക്ഷകൾ, ആമേ വേദനകൾ നന്നായി എനിക്കുണ്ടെന്ന് ഞാൻ അറിയുമ്പോൾ നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്റെ ക്ഷീണമൊക്കെ മറന്നു നിറങ്ങ്. ഹല്ലേലൂയ. ക്ഷീണം മാറുവാൻ ഉറക്കക്കുളിയല്ല, ക്ഷീണം മാറേണ്ടതിന് നമ്മൾ ഗ്ലൂക്കോഡിയും ഗ്ലൂക്കോ വൈറ്റമിനും അല്ല കഴിക്കേണ്ടത്. ക്ഷീണം മാറണമെങ്കിൽ നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ച് ക്ഷീണം മറന്ന് അങ്ങ് ഞാൻ ബോധപ്പെടണമെങ്കിൽ ക്ഷീണം എല്ലാവർക്കും ഉണ്ടെന്ന്, പ്രതികൂലം എല്ലാവർക്കും
2025 മാസം 18 തീയതി ബുധനാഴ്ചയുടെ വ്യാഴാഴ്ചയുടെ ഹല്ലേലൂയ പ്രഭാതയാമത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോട് ദൈവത്തിന്റെ മുൻപാകെ കടന്നു വന്ന സഭയോട് ഈ പകൽക്കാലം ആത്മാവിനെ ദൂത് വിളിച്ചു പറയുക. ക്ഷീണം മാറ്റുവാൻ കഴിയുള്ള, ക്ഷീണം മറക്കുവാൻ കഴിയുള്ള, കർത്തകളെ മറപ്പിക്കാൻ കഴിയുള്ള ഒരു കർത്താവിന്റെ സന്നിധിയില ഇന്ന് പകൽക്കാലം നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല വേദന പ്രത്യക്ഷമാകട്ടെ. കർത്തകൾ മാറി പോകട്ടെ. എല്ലാ പ്രതിബന്ധങ്ങൾ കർത്താവിനെ ഉള്ളത്തിൽ ധ്യാനിക്കുമ്പോൾ തന്നെ, അവന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ തന്നെ, അവനെ ആരാധിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മേൽ ആരെ വിടുകയുള്ളൂ എന്നറിഞ്ഞ് ചുറ്റി സഞ്ചരിക്കുന്ന അന്ധകാര ശൃംഖലകളുടെ അടിസ്ഥാനങ്ങളെ എഴുപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ തേജസ്സ് ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുങ്ങുകയാണ് കർത്താവേ. ഞങ്ങൾ തയ്യാറാകുകയാണ് കർത്താവേ. സകലത്തെ സഹിക്കേണ്ടതിന്, സകലത്തെ പുറക്കേണ്ടതിന്, സകലതും വിശ്വസിക്കേണ്ടതിന്, സകലതും പ്രത്യക്ഷിക്കേണ്ടതിന്, സകലതും അറിയേണ്ടതിന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ തയ്യാറാക്കുകയാ. ഈ വർഷത്തിന്റെ അവസാന പീരീഡുകളിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഇനി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വർഷം നമ്മെ വിട്ടുപോയി ഒരു പുത്തൻ പുതിയ വർഷത്തിന്റെ സുദിനത്തിനായി കാത്തിരിക്കുകയാ. അതിനായി ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ ബലത്തെ വീണ്ടും കൊള്ളേണ്ടതിന്, അതിനായി വിട്ടുപോയ സകലത്തെ തിരിച്ചെടുക്കേണ്ടതിന്, അതിനായി ചെയ്യാതെ പോയതെല്ലാം തീരുമാനത്തോടെ ചെയ്തെടുക്കേണ്ടതിന് ഒരു മനുഷ്യന്റെ ഉപവാസ പ്രാർത്ഥന ഇന്നലെ മുതൽ സ്വർഗം ഞങ്ങൾക്ക് തന്നു എങ്കിൽ അത് ഒട്ടും പാഴാക്കി കളയാതെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്നലെ വിട്ടുപോയത്, ഇന്നലെ പ്രാപിക്കാൻ പറ്റാത്തത്, ഇന്നലെ പൈസ നഷ്ടമായത്, അവയിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വർഷം നമ്മെ വിട്ടുപോകും. അതിന് നമ്മൾ ടാറ്റ പറഞ്ഞു വിടും. അവയെ ടാറ്റ പറഞ്ഞു വിടുന്ന കൂട്ടത്തിൽ നമ്മുടെ നഷ്ടമായതിനെ പറഞ്ഞയച്ച് വിടരുത്. എന്തൊക്കെ നഷ്ടമായതോ അതൊക്കെ തിരിച്ചു പിടിക്കുന്ന പകൽക്കാലമായി. ഹല്ലേലൂയ. നിങ്ങളെ അപമാനിച്ചതിനെ, നിങ്ങളെ വേദനിച്ചതിനെ, നിങ്ങളുടെ കഷ്ടതകളെ, നമുക്ക് നഷ്ടമായതിനെ അവയെ തിരിച്ചു പിടിക്കുന്ന പകൽക്കാലമായി. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സകലത്തിന്റെ പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. സകലത്തിന്റെ പകൽക്കാലം അഴിയട്ടെ. സകലതും മാറി പോകട്ടെ. സകലതും മറന്നു പോകട്ടെ. സകലതും മാറായി എല്ലാ വേദനകളും. ഹല്ലേലൂയ. മഴയ്ക്ക് മുന്നമേ മേഘം കറുക്കുന്നത് പോലെ നമ്മുടെ നന്മകൾക്കെതിരായി കറുത്ത് കയറി വരപ്പെടുന്ന എല്ലാ പൈശാചിക ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ കർത്താവേ. ഞങ്ങളെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ വന്നോ ഞങ്ങളെ ഞെരുക്കി വെക്കുന്ന എല്ലാ ഞെരുക്കങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ദൈവത്തോടുള്ള സഖ്യതയെ വിച്ഛേദിക്കപ്പെടുന്ന തലങ്ങണമേൽ ആക്കി വെക്കുന്ന ആത്മീയത്തിന് ഉണരുവാൻ കഴിയാതെ വന്നോ, ശുഷ്കാന്തിയിൽ വളരുവാൻ കഴിയാതെ വന്നോ, തീരുമാനങ്ങളുമേൽ പ്രതിഷ്ഠകളുമേൽ ഉറയ്ക്കുവാൻ കഴിയാതെ വണ്ണം, ആത്മ മനുഷ്യനെ കർത്താവിനായി വളർത്തുവാൻ കഴിയാതെ വണ്ണം, ഭൗതിക മനുഷ്യൻ ആത്മ മനുഷ്യനെ കവർച്ച ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൗതിക മനുഷ്യനെ തെന്നിപ്പിച്ച് അതിനകത്തുള്ള ആത്മ മനുഷ്യനെ 2025 അവസാന പീരീഡിൽ ഞങ്ങൾ അകത്തെ മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാർത്ഥനയുള്ള, പ്രത്യാശയുള്ള, ആരാധനയുള്ള മനുഷ്യനായി മാറ്റുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ തയ്യാറെടുക്കുകയാണ്? എത്ര പേർ തയ്യാറെടുക്കുകയാണ്? ആത്മീയ വരങ്ങളാൽ, ദർശനങ്ങളാൽ, വെളിപ്പാടുകളാൽ, പ്രവചന ദൂതുകളാൽ സ്വർഗത്തിന് ദൈവം നിറയ്ക്കപ്പെടേണ്ടതിന് കൊരിന്ത്യ സഭ ഉടലെടുത്തത് കൃപാവരങ്ങളിൽ കൂടിയായിരുന്നു. 1 കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന സഭയായിരുന്നു കൊരിന്ത്യ സഭ. അന്ന് പ്രാപിച്ച ആ സഭയിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിന്റെ തേജസ്സും ആത്മാവിന്റെ ഫലങ്ങളും ഈ 2025 അവസാന മാസത്തിൽ 18-ാം തീയതി പ്രിയരെ നഷ്ടമായിട്ടില്ല. അത് നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഒരു കെട്ടുകഥയായിട്ടല്ല, ഒരു കേൾവിയായിട്ടല്ല. അത് ആഗ്രഹിച്ച് അനുഭവിക്കുന്നവന്റെ ഉള്ളിൽ ഇന്നും ശക്തിയോടുകൂടെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ തേജസ്സ. ചിലർ പറയുക 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ വന്ന് നിന്ന് പോയെന്ന. ചിലർ പറയുന്ന അന്നുണ്ടായിരുന്നു, ഇന്നില്ല. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. 2025 വർഷത്തിന് മുന്നമേ ഉണ്ടായിരുന്നു. 2025 വർഷം കഴിഞ്ഞപ്പോൾ ഇല്ല. എന്ന് പറഞ്ഞ സഭയെ ഇരുളിലേക്ക് നയിക്കുന്നത് പോലെയല്ല. പരിശുദ്ധൻ വിളിച്ചു പറയുന്നു, അന്ന് ഭക്തന്മാരുടെ മേൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്പം പോലും നഷ്ടമാകാതെ ഇന്നും വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അതാണ് ആത്മാവിന്റെ ശക്തി. ആ ശക്തിക്കായി ഇന്ന് പകൽക്കാലം, ആ ആത്മാവിന്റെ ശക്തിക്കായി ഇന്ന് പകൽക്കാലം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മാവിന്റെ ശക്തി വീര്യം കെട്ടുപോകുന്നതായിട്ടല്ല, വീര്യമുള്ള ശക്തിയായി, വീര്യപ്രവർത്തികളായി, വീര്യം പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും വെളിപ്പെട്ടു വരികയാണ്. അത് ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവമക്കളെ നമുക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. ലോകത്തുള്ളതെല്ലാം ബുദ്ധി കൊണ്ടും വക്രത കൊണ്ടും ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും നമ്മൾ നേടുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ നേടാൻ കഴിയുന്ന ഒന്നതല്ല ദൈവാത്മാവിന്റെ ശക്തി. ലോകത്ത് വക്രത കൊണ്ട് സകലതും നേടുന്നു, കളവ് പറഞ്ഞുകൊണ്ട് വസ്തുക്കൾ നേടുന്നു, നാക്ക് ചലിപ്പിച്ചുകൊണ്ട് പലരെയും നശിപ്പിച്ച് അവരുടെ നന്മകൾ നമ്മുടെ കൈക്കലാക്കുന്നു. പലവിധമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് സകലതും മനുഷ്യന് തന്റെ കൈമുട്ടിയിൽ ഏറ്റെടുക്കുവാൻ കഴിയുന്നത് പോലെ ഒന്നല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക എന്നത്. അഭിഷേകം പ്രാപിക്കണമെങ്കിൽ അകത്തെ മനുഷ്യനും ദൈവവുമായിട്ട് ഒരു ബന്ധം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പാട്ടുകാരൻ പാടി, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം.
അഭിഷേകത്തിന്റെ നാവുള്ളവരായി ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം ഇന്ന് രാത്രി പകൽക്കാലം വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ. ഒരു തണുത്ത കാറ്റടിക്കുന്നത് പോലെ ഒരു അഭിഷേകത്തിന്റെ അനുഭവം, ചൂട് നിറഞ്ഞ അന്തരീക്ഷം മാറി ആത്മാവിൽ ഒരു തണുപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ജീവിതത്തിൽ ഒരു അനുഭവം പോലെ ഒരു കുളിര് വ്യാപരിക്കുന്നത് പോലെ ചിലതിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചിറക് പോലെ ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. തീർന്നില്ല ശ്രദ്ധിക്ക്. തീരുമാനമെടുത്ത് ആരാധിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അഭിഷേകത്തിന്റെ നിറവ് കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ഞാൻ കണ്ട വെളിപ്പാടുകൾ കൂടി കൈമാറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകവും നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകവും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വലിയ ആത്മാവിന്റെ സ്ഫോടനം നടക്കാൻ പോവുകയാണ്. നാളുകൾ കൊണ്ട് മണ്ണിനടിയിൽ ചില പ്രാണികൾ പതിയിരുന്ന അതിനകത്തുള്ള വെളിച്ചവും പുറമെയുള്ള ഏറും വെളിച്ചവും അടിക്കാതെ ഭൂമിക്കടിയിൽ നിന്ന് തന്നെ അകത്ത് കിട്ടുന്ന നന്മകളെ തിന്ന് അതിനകത്തിരുന്ന് ക്രമേണ പുറം കാണാതെ വണ്ണം വളരുന്ന ചില ചിതൽക്കൂനകളുണ്ട്. അത് സ്വാഭാവികമായി നമ്മൾ കണ്ടുവരുന്നത് കണ്ടിന്യൂ നടക്കുന്ന മഴ സമയങ്ങളിൽ ഈ പുറമെയുള്ള കട്ടിയുള്ള പ്രതലങ്ങളാകുന്ന മണ്ണുകളെ നനച്ച് ഭൂമിക്കടിയിൽ നാളുകൾ കൊണ്ട് ഓക്സിജൻ മാത്രം എടുത്തുകൊണ്ട് അത് തിന്ന് വളർന്ന് അതിനകത്ത് നിന്ന് ചിറകുകൾ മുളച്ച് പുറത്ത് വരുവാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്ന ഈ ചിതൽക്കൂനകളെ ഉണ്ടല്ലോ, മഴയുടെ ശക്തിയാൽ കുതിർത്തുകൊണ്ട് ചിറവുണ്ടായിരുന്നിട്ടും പുറത്തു വരാതെ വണ്ണം വിഷമിച്ചിരുന്ന ചിതലിന്റെ കൂനയ്ക്കകത്ത് ഏതോ സമയത്ത് പെയ്ത മഴ ആ കൂനകളെ നനച്ച് അതിനൊരു ഓപ്പൺ ഡോർ ഒരുക്കിയപ്പോൾ അതറിയാതെ അകത്തു നിന്നും ചിറകുകളെ വിരിച്ച് ഉയരത്തിലേക്ക് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നത് പോലെ ഇന്ന് പലക്കാലം ചിലതിന്റെ മേൽ അതുപോലെ ഒരു അനുഭവം കൂടെ ആത്മാവ് 2026 അഭിഷേകത്തിന്റെ മാറിയാൽ ചിലതിനെ നിറയ്ക്കുക, ചിലതിനെ അഭിഷേകപ്പെടുത്തുക. പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുണ്ട്. ചില കട്ടിയുള്ള പ്രതലങ്ങൾ അഭിഷേകത്തിന്റെ മഴ ഇറങ്ങുമ്പോൾ കുതിരും. നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ലോകത്തിന്റെ സകല നാവുകളും അടക്കി ആത്മാവിന്റെ നാവ് പുറപ്പെട്ടു വരുവാൻ. പത്രോസിന് ലോകത്തിന്റെ നാവ് ഉണ്ടായിരുന്നു, മറന്നുപോകരുത്. യാക്കോബിനും അന്ത്രയോസിനും 120 പേർ ഇരുന്ന മാളിപ്പുറത്ത് മാളികക്കകത്ത് ലോകത്തിന്റെ നാവുള്ള മനുഷ്യർ ചില പീരീഡുകൾ അഭിഷേകത്തിന്റെ നാവ് പുറത്തിറങ്ങേണ്ടത് തങ്ങളുടെ നാവുകളെ അടക്കി. ഈ ചിറകൂന എപ്പോൾ പൊട്ടോന്നറിയാമോ? ചിറക് മുളച്ചു, പക്ഷെ പുറമിറങ്ങാൻ കഴിയുന്നില്ല, പുറത്തേട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. കാര്യം എന്തെന്നറിയാമോ? ലോകത്തിന്റെ നാവ് വെല്ലുവിളിച്ച് നിൽക്കുകയാണ്. 120 പേർ ഒരുമിച്ച് കൂടി അവന്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. ഭൗതിക നാവുള്ളവരാ കാത്തിരുന്നു. ഭൗതിക നാവിനെ എല്ലാം വാക്കകത്ത് അടച്ച് സിപ്പിട്ടങ്ങ് പൂട്ടി. വീട്ടിനകത്തൊരു നിറവ് വരുമ്പോ എന്ത് സന്തോഷം അല്ലേ? ഉണ്ടാവോ ഇല്ലയോ? അപ്പോ യേശുവിന്റെ ശരീരം എന്ന സഭ ശൂന്യമാണ്. പോരാ, അവന്റെ ശരീരം എന്ന സഭ പറ. ഇവിടെ തിരുവത്താഴം നിങ്ങൾ എടുക്കാറുണ്ടോ? ഇല്ലെന്നാണോ? ഉണ്ട്. ശ്രദ്ധിക്കൂ, ഞങ്ങൾ തിരുവത്താഴ ശുശ്രൂഷ കൊടുക്കുമ്പോൾ അപ്പവും വീഞ്ഞും ബാക്കി വരും. ഈ ബാക്കി വരുന്ന അപ്പവും വീഞ്ഞിനെയും ഞങ്ങൾ അങ്ങ് കഴിക്കത്തില്ല. അതിനൊരു പ്രോസസ്സിംഗ് മുമ്പാകെയുള്ള നേഴ്സറി കുഞ്ഞുങ്ങളാണ്. ഞാൻ നിങ്ങളുടെ ടീച്ചർ എന്ന് ആയിക്കൊള്ളട്ടെ. കുഞ്ഞുങ്ങളെയൊക്കെ വാ തുറന്നെ പറയിപ്പിക്കത്തുള്ളൂ, ആണോ ഇല്ലേ?
അപ്പൊ അതുപോലെ കുറച്ച് സമയം എന്നെ അങ്ങ് നമുക്ക് ഒരുമിച്ച് ആമേ ശുശ്രൂഷയിലായിരിക്കാം. എന്നെ ദൈവാസം വിളിച്ചത് പ്രസംഗിക്കാനല്ല, എന്നെ ശുശ്രൂഷയ്ക്കാണ് വിളിച്ചത്. ആണോ ഇല്ലേ? പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പ്രസംഗിച്ചിട്ട് അങ്ങ് പോകും. ശുശ്രൂഷയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷ. എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഈ ആലയത്തിൽ ഒരുമിച്ച് വെളിപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഈ ആലയം അനുഭവിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ വിശ്വത്രം ഇതാരാ കഴിക്കുന്നത്? നമ്മൾ തന്നെ കഴിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കേ, ഇത് ആർക്കുള്ളതാ കഴിച്ചത്? നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചു അല്ലേ? നമുക്കുള്ളത് ഓൾറെഡി കഴിച്ചില്ലേ? ദൈവാസം നമുക്കോട്ട് തന്നില്ലേ? എന്നിട്ട് ബാക്കി വന്നതും പ്രാർത്ഥിച്ച് ദൈവത്തോട് സമർപ്പിച്ചത് എന്താണ്? ഇത് നമ്മെ പോലെ ഇതിലേക്ക് കൈകടത്താനുള്ളവർ ജാതികളായി ഇനിയും ഈ ദേശത്തുണ്ടല്ലേ? അതോ പാസ്റ്റർ പാലുന്ന പാലിയോടുണ്ടെന്നാണോ? ഇല്ല. ഇത് ഏത് ദേശത്താണ് യേശുവിന്റെ ശരീരമാകുന്ന സഭയുള്ളത്? ആ ദേശത്ത് ഒത്തിരി ജനം ഇനിയുണ്ട്. അവർക്കുള്ളതാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത് നമ്മൾ കഴിച്ചു അല്ലേ? കഴിച്ചിട്ട് ആമേൻ സ്തോത്രം, നമ്മൾ അവരെ കാണുമ്പോൾ അല്ലേ, ചന്തയിലും കടയിലും ഒക്കെ അവരെ കാണുമ്പോ ഒരു വെട്ടിത്തിരിച്ചൊരു പോക്ക്. അവർക്കുള്ളത് കഴിച്ചിട്ടാ നമ്മൾ കിടന്ന് സുഖമായി എന്ത് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവർ നടന്നു പോകുമ്പോൾ നമ്മൾ അവരെ കണ്ട ഒന്ന് ചിരിക്കുക പോലും ചെയ്യരുത്. പിന്നെ എങ്ങനെയാ ആലയത്തിൽ ആള് വരിക? പിണങ്ങിയിരിക്കുന്നവർ എത്ര പേരുണ്ട്? സ്വതന്ത്രം പറഞ്ഞു, ആമേ പറയാൻ പറഞ്ഞു. സ്വതന്ത്രം പിണങ്ങിയിരുന്നിട്ടില്ല, ഇപ്പൊ പിണക്കില്ല. യോ എന്നിട്ടുണ്ട് വർഷം തീരാൻ പോവുകയാണ്. നമ്മുടെ ആലയത്തിൽ ആള് വരാൻ ആരാ തടസ്സം? ഈ നമ്മളാ, ഈ ഞാനാ. നമ്മളെ ദൂത് മറന്നു പോരുത്. മനുഷ്യ നാവാണ് നിൽക്കുന്നത്. ആ നാവിനെ അടക്കി അവന്റെ കൽപ്പന പ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അകത്തെ മനുഷ്യന്റെ ഒരു നാവ് വെളിപ്പെടുകയും 120 പേർ നാവ് അടക്കിയപ്പോൾ 3000 പേരെ നേടാൻ കഴിഞ്ഞു. 120 പേർ അവരുടെ ഭൗതിക നാവുകളെ അടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ അവരുടെ മേൽ അഗ്നി പിളർന്ന നാവ് പ്രത്യക്ഷപ്പെട്ടു. തീർന്നില്ല. ആ നാവ് 300 പേർ 3000 പേരെ നേടുവാനിടയായി തീർന്നുവെങ്കിൽ ഇവിടെ കത്തുന്ന നാവുകൾ ഈ ദേശത്തുള്ള ഒരു കൂട്ടം ജനത്തെ നേടുവാൻ കാരണമാകണം. അതിനായി ആത്മാവിൽ നിന്ന് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. നമ്മുടെ പോരായ്മകൾ നമ്മൾ തിരിച്ചറിയണം. വീട്ടിൽ കുറവ് വരുമ്പോൾ വീട്ടിൽ വേണ്ടപ്പെട്ടവരോട് പോരായ്മ വിളിച്ച് കാണിക്കും. തുണി പോരായ്മയുണ്ട്, എണ്ണയ്ക്ക് പോരായ്മയുണ്ട്, റേഷന് പോരായ്മയുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആ പോരായ്മ നികത്തണം. ഇല്ലേ? അപ്പൊ വീട്ടിനകത്തുള്ള എല്ലാ പോരായ്മകളും നമ്മൾ 2 ദിവസത്തിനകത്ത് തന്നെ എന്ത് ചെയ്യും? നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് എന്ത് ചെയ്യും? കൊണ്ടുവന്ന് അടയ്ക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്താകും? ഇരുട്ടിലായി പോകും. പ്രത്യേകിച്ച് ഇവിടെ കറണ്ട് പോയാൽ രാത്രി നിന്ന് വരാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പോരായ്മയെ നികത്തും. സഭ മനസ്സിലാക്കണം, ഈ ആലയത്തിൽ ജനം വരാൻ എന്താണ് പോരായ്മ? അത് പാസ്റ്റർ ജോർജ് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്നാണോ നമ്മൾ പരാതിപ്പെടേണ്ടത്? ബൈബിൾ പറയുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ട് വേലക്കാർ. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 3-4. എന്റെ സബ്ജക്റ്റ് അതല്ല, ദൂത് കയറി വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് അങ്ങോട്ട് ആഴങ്ങളിലേക്ക് പോകാം. നമ്മളൊരു അടിച്ചു പണിയാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ആഗ്രഹിക്കുന്നത്. ഈശോ 3:4-1 മുതൽ വായിച്ചേ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവനാമങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ
അന്വേഷിക്കുന്നതോ ആ. അവർ വിശുദ്ധരായിരിക്കണം.